എല്ലാവർക്കും അൽ കിച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമ്പലത്തേക്ക് പോകുന്നതാണ്. ഇതാണ് താൽപ്പൊലിപ്പാലക്കുന്നിൻ്റെ അവിടെ ഒരു ദേവീക്ഷേത്രമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ്. ഞാനും ഗോപിയും ചേച്ചിയും കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഗോപി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോകുമ്പോഴാണ് ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ കണ്ടു. കുറേ കാലമായി ഇപ്പം അങ്ങോട്ട് ഒക്കെ പോയിട്ട് അമ്പലത്തേക്ക് പോയിട്ട് അതുപോലെ സ്കൂളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞങ്ങൾ പഠിച്ചിരുന്നതും കണ്ട അപ്പുറത്ത് ഞങ്ങൾ സേതുവേട്ടൻ്റെ വീട്. അവിടേക്കാണ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയിരുന്നത്. ഇപ്പം ആകെ കാട് പിടിച്ചിരിക്കുന്നു. അവിടെയൊക്കെ രണ്ട് സൈഡിലും ഭയങ്കര കാടാണ്. മറ്റത് അധികം കാടും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ട് സൈഡിലും ഭയങ്കര കാടാണ്. ഇതാണ് ഞങ്ങൾ മാങ്ങയൊക്കെ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ പെറുക്കാൻ പോയിരുന്നത്. ഇവിടേക്കാണ് ഞങ്ങൾ അങ്ങനെ രണ്ട് വള്ളികളൊക്കെ ആയിട്ട് ഇപ്പം നിറയെ വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഇരുന്നിരുന്ന ഓഫീസ് ഇവിടെയാണ്. അതിന് തൊട്ടപ്പുറത്താണ് കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഒരു ആലിൻ്റെ മരമൊക്കെ കണ്ടു. അവിടെ രണ്ട് സൈഡിലും ഒരു ആലിൻ്റെ മരമുണ്ട്. ഇതിന് ചെറിയൊരു തോട് ഒഴുകി പോകണ്ടായിരുന്നു. ഇപ്പം അതൊന്നും അവിടെ കാണാനില്ല കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇതാണ് ഞങ്ങളുടെ നമ്പ്യാരുടെ കട എന്ന് പറയും. ഞങ്ങൾ മിഠായിയൊക്കെ വാങ്ങിച്ചിരുന്നത് അവിടെ നിന്നാണ്. ഇപ്പോൾ നമ്പ്യാരൊന്നും ഇല്ല, നമ്പ്യാർ മരിച്ചു. ഇപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് നടന്നു പോവുകയാണ്. രണ്ട് സൈഡിലും നമ്മളെ ചീമക്കൊന്നയുടെ ഇലയൊക്കെ പടർന്ന് നിൽക്കുന്നുണ്ട്. വണ്ടികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. രാവിലെ കാരണം അത്ര കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊന്നും അത്ര ഉണ്ടായിരുന്നൊന്നുമില്ല അമ്പലത്തിൽ, കുറവായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു. അത് ഓരോ ദിവസങ്ങളിൽ മാത്രമാണ് നല്ല തിരക്കുണ്ടാവുള്ളൂ. ക്ഷേത്രത്തിന് മുന്നിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഒരു കുട്ടിക്ക് അമ്മ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് വീഡിയോ എടുത്തു. കാരണം ഒരുപാട് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കാരണം കുട്ടിക്ക് പായസം കൊടുക്കുമ്പോൾ കുട്ടി ഇങ്ങനെ നൊട്ടി നുണയ്ക്കുന്നുണ്ട്, അങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കയറി ഞങ്ങൾ അമ്പലത്തിൻ്റെ നടയിലെത്തി. ഇതാണ് ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രം. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇവിടെ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ വന്നിട്ട് ഇതാണ് ഞങ്ങൾ. അങ്ങനെ അതിൻ്റെ സൈഡിൽ ഒരു സ്ത്രീ മാല കെട്ടാനിരിക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ആരും കാണാത്ത കാരണമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് അവിടെ ഒരു ഗണപതി വിഗ്രഹം ഉണ്ട്. ഇതാണ് ഗണപതി വിഗ്രഹം. ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കാണില്ല. അതാണ് ഒരു അമ്മ മാല കെട്ടാനിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആൽമരം ഉണ്ട് കേട്ടോ. ആൽമരത്തിന് 4 പുറം വലം വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ പുറം വശമാണ്. ഇവിടെ ഒരു പാമ്പുംകാവുണ്ട്. അവിടെ ഞങ്ങൾ തൊഴുതിറങ്ങി വന്നിട്ട് ഫ്രണ്ടിലാണിത്. ഫ്രണ്ടിൽ അങ്ങനെ നടന്നു വന്ന് ഇവിടെ ഒരു നീലത്താമര വിരിയുന്നൊരു കുളമുണ്ട്. ഇവിടെ നീലത്താമര ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. കുളം കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.